ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ വെഡ്ഡിങ് സീരീസ് ഷോപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസം റെസ്റ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഗോൾഡൻ കപ്പ് റെൻ്റൽ ജ്വല്ലറിയുടെ കടയിലേക്കാണ് ഞങ്ങൾ പോയത്. കോഴിക്കോടാണ് അവരുടെ ഷോറൂം വരുന്നത്. അപ്പോൾ റെൻറ്റിന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്. വേണോ? അപ്പം എൻ്റെ ഇത്ര നേരത്തെ കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾ കണ്ടുവല്ലോ. എനിക്ക് ശരിക്കും ഒരു ഡാൻസിന് ഒരുങ്ങിയ പോലെ ആട്ടോ തോന്നിയത്. ഒരു ഭംഗിയും തോന്നുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഈ തൊട്ട് മുന്നേ കാണിച്ച ഈ ഒരു കംപ്ലീറ്റ് സെറ്റാണ് കേട്ടോ ഞാൻ വെഡ്ഡിങ്ങിൻ്റെ മെയിൻ സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി. ഇനി ഞാൻ സെക്കൻഡ് സാരിക്കുള്ളത് നോക്കുകയാണ് കേട്ടോ.
സെക്കൻഡ് സാരിക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇടുമ്പോഴും കുറച്ച് കംഫർട്ടബിളും ഭംഗിയും ഫീലായിരുന്നു. ഫസ്റ്റത്തേത് നമുക്ക് ഒട്ടും അങ്ങനത്തെ ഹെവി ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് എന്തോ ഭയങ്കര ഓവർ പോലെ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ കളക്ഷൻസൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. ഇതെനിക്ക് ഇടുമ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു, ഒരു ഫാൻസി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഭംഗി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, വെറൈറ്റി ആയിട്ട് കേട്ടോ. ഇപ്പം അധികം എല്ലാവരും റെൻ്റൽ ജ്വല്ലറി ആണല്ലോ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് സാരിക്കനുസരിച്ച് നമുക്കിഷ്ടമുള്ള ടൈപ്പിലൊക്കെ എടുക്കാൻ പറ്റും. ഫസ്റ്റ് സാരിക്ക് ഒരു കളക്ഷനും സെക്കൻഡ് സാരിക്ക് നമുക്ക് വേറെ ഓർണമെൻറ്റ്സ് ഇടാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അതിഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സെക്കൻഡ് സാരിക്ക് ഈ ഒരു സെറ്റാട്ടോ എടുത്തത്. പിന്നെ വളകൾ നോക്കി. അപ്പം ഇതിനൊക്കെ കമ്മലിനൊക്കെ റെൻ്റ് വരുന്നത് 300 രൂപയൊക്കെയാണ് വരുന്നത് ഏകദേശം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത 2 കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി വളകളും കൂടെ നോക്കാനുണ്ട് കേട്ടോ ബാക്കി. അങ്ങനെ എൻ്റെ സെക്ഷൻ ഏകദേശം കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയുടെ സാരിക്ക് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഞങ്ങൾ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മയും റെൻറ്റിലെടുക്കാമെന്ന് വിചാരിച്ചു. വാങ്ങുന്നതിനേക്കാൾ ലാഭമാണ് എന്തായാലും. പിന്നെ ഇവർ 3 അത്യാവശ്യത്തിൽ കൂടുതൽ പോസ്റ്റായിരുന്നു നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം എടുക്കുന്ന സമയത്ത്. ഏട്ടൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കി പോകുന്നുണ്ടായിരുന്നു. പിന്നെ മൊത്തം ഇപ്പം അമ്മയുടെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ചെയിനും ഇതുപോലുള്ള ലോങ് ചെയിൻസാണ് അമ്മയെ നോക്കിയത്. അമ്മ എടുത്ത ചെയിൻ ഏതാണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ സാരി ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഒരു ലൈറ്റ് പേസ്റ്റൽ ബ്ലൂ കളറാണ്. അപ്പം അതിലോട്ട് ഏതാണ് മാച്ച് ആവുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. കോൺട്രാസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അല്ലെങ്കിൽ സെയിം കളർ എടുത്താലും ഭംഗി ഉണ്ടാവും തോന്നി. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഈ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇങ്ങനത്തെ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് കേട്ടോ. ചെയിനും വളകളും റിങ്സും എല്ലാം ആണെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നല്ല അപ്പം നെക്സ്റ്റ് ഞാൻ എൻ്റെ ഗുലാബിയുടെ അന്നിടുന്ന ഡ്രസ്സിലോട്ടുള്ള ഓർണമെൻറ്റ്സാണ് നോക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു ഫാൻസി നമുക്ക് വാങ്ങിക്കാമെന്ന്. പിന്നെ കരുതി എന്തായാലും ഇവിടുന്ന് റെൻ്റ് എടുക്കുന്നുണ്ടല്ലോ എല്ലാം, അപ്പോൾ ഇവിടുന്ന് റെൻ്റ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അന്നിടുന്ന ഡ്രസ്സിൻ്റെ ഷ്രഗാണിത്. അപ്പോൾ ഈ ഷ്രഗ് ഏകദേശം ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഞാനത് അതിൻ്റെ മുകളിൽ കൂടെ ഇടാണല്ലോ. നല്ല കോമഡി ആയിട്ടുണ്ട് ലുക്ക്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പം ഞാൻ അതിൽ ഇതുപോലുള്ള കുറച്ച് ഹെവി ജ്വല്ലറിയും നോക്കി, ലൈറ്റായിട്ടുള്ള ജ്വല്ലറിയും നോക്കി. അപ്പം ഞാൻ നോക്കുന്നതിൽ കറക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ എൻ്റെ ഫേസ് കുറച്ച് വലുതാണ്. അപ്പം എനിക്കിങ്ങനെ കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന ഇട്ടാൽ കുറച്ചും കൂടെ വലിയ പോലെ തോന്നും. അപ്പം എന്നെപ്പോലുള്ള ആൾക്കാർ അങ്ങനത്തെ എടുക്കരുത് കേട്ടോ ഒരിക്കലും. അങ്ങനെ ഞങ്ങൾ തകൃതിയായിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 6-7 മണിക്കൂറായി ഞങ്ങളിപ്പോൾ തന്നെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെടുത്ത കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയണത്. ഏകദേശം റേറ്റ് പറയുകയാണെങ്കിൽ ഒരു 15K അടുത്താണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ്.
വെഡിങ് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. എന്താ അറിയില്ല, റെൻ്റൽ ജ്വല്ലറി എല്ലാം എടുത്ത് കഴിഞ്ഞു. വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റായി. ഗുലാബിക്കുള്ള ജ്വല്ലറി എടുത്തു. എന്നെ കേൾക്കുന്നുണ്ടാവോ? ഫുൾ സൗണ്ടാണ്, വണ്ടിയുടെ സൗണ്ട്. ചെറിയ സൈസുണ്ട്. ലെങ്ത് കട്ട് ചെയ്ത് എന്തായാലും കട്ട് ചെയ്യുമല്ലോ. ലെങ്ത് കട്ട് ചെയ്താൽ മാത്രം പോരെ, വേണ്ടെന്ന് പറയണ്ടല്ലോ. അല്ല, ഓൾട്ടർ ചെയ്യാൻ പറ്റില്ലേ? നല്ല സോഫ്റ്റ്. ഒറ്റ മൈൻഡ് കണ്ണുറപ്പിച്ചോ. അച്ഛനപ്പോൾ ചെറിയ സംശയം. ഇങ്ങനത്തെ വാങ്ങി അടി കട്ട് ചെയ്യേണ്ടി വരും. ഇത് നീളം കട്ട് ചെയ്യണത് സുഖമല്ല, ഇഷ്ടമായി. അല്ല വയലറ്റിന്റെ ഷെയ്ഡ് തന്നെ ഉണ്ടോ? അല്ല അതിന്റെ വയലറ്റിന്റെ ഷെയ്ഡ് ഉണ്ടോ? ഒന്നും കിട്ടിയില്ലേ? പ്ലസ് വണ്ണിനൊക്കെ പഠിക്കാൻ കുട്ടിക്കുള്ള രൂപ ഉണ്ടാവും. അല്ല ഇവിടെ കയറി ചോദിക്കണോ? കല്യാണത്തിന്റെ കിട്ടുമോ? ക്യാമറയ്ക്ക് നോക്കൂ. എങ്ങടാ ഫീൽ ആവുന്നത്? പറയൂ. ഷോപ്പിംഗ് തീർന്നില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. സമയം 6:45. അച്ഛനുള്ളതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിസപ്ഷൻ അച്ഛനൊരു ഷർട്ട് എടുത്തു, ഗുലാബിക്ക് എടുത്തു. ആ അവനാദ്യം കുർത്ത എടുത്തിട്ടല്ലേ കൊണ്ടെടുക്കാൻ കണ്ണാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. നാടും അടുക്കളയും കഴിഞ്ഞു. ഇനി നാളെ വർക്ക് ഏരിയയും ഉണ്ടടാ. ക്ലാസ്. മോഹൻലാല് മെലിഞ്ഞ എങ്ങനെ ഇരിക്കും അതേപോലെ. ഉള്ളിലെന്തേലും വേണമെന്ന് ശരീരം. ലൈനറ്
അങ്ങനെ നമ്മൾ കാലിക്കറ്റ് കഫേരിയയിൽ എത്തിയിരിക്കുന്നു. ഇന്നത്തെ യാത്രയുടെ ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങിൻ്റെ ഏകദേശം എല്ലാം തീർത്തു. ഇനി ആകെ ഉള്ളത് എന്താ കുഞ്ഞോ? ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പെരിന്തൽമണ്ണെന്ന് വാങ്ങും. ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റ. ശരി, ശ്രദ്ധിക്കണം കേട്ടോ. ആ, ഓക്കെ.